അതായത് ഗവൺമെൻറ് ജീവനക്കാരുടെ DA ഉൾപ്പെടെയുള്ള അലവൻസുകൾ, ഒരുപാട് അലവൻസുകളുടെ പെൻഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്യും എന്നൊരു വാഗ്ദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെൻറ് ജീവനക്കാർക്ക് നൽകിയിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തു. അത് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ജീവനക്കാർക്ക് അയച്ചു എന്ന് കരുതി അത് ഡാറ്റ ചോർച്ചയാവും. അതായത് ഏതൊരു സർക്കാരും, ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ആയിക്കോട്ടെ, അതിന് മുമ്പിരുന്ന VS അച്യുതാനന്ദൻ്റെ സർക്കാർ ആയിക്കൊള്ളട്ടെ, അതിന് മുമ്പിരുന്ന AK ആന്റണിയുടെയും KK കരുണാകരൻ്റെയും EK നായനാരുടെയും ഒക്കെ സർക്കാർ ആയിക്കൊള്ളട്ടെ, ഈ സർക്കാരുകളുടെ ഒക്കെ കാലഘട്ടത്തിൽ അതാത് രീതിയിൽ അതിൻ്റെ PR വർക്കുകൾ നടന്നിട്ടുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ പ്രശംസിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം അധംപതിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. വയനാട് തുരങ്കപാത നിർമ്മിക്കാൻ വേണ്ടി പോയി, അതും അഴിമതിയാണ്. പാലങ്ങൾ ഒരുപാട് ഉയർന്നു വരുന്നു, അതും അഴിമതിയാണ്. കിഫ്ബിയിലൂടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു, അതും അഴിമതിയാണ്. ഇതെന്ത് പ്രതിപക്ഷമാണെന്നേ? ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ UDFന് സാധിക്കുന്നില്ല. നമസ്കാരം. കേരളത്തിൽ ഡാറ്റ ചോർച്ച വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ തന്നെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതിയിലേക്ക് വിവാദങ്ങൾ നീങ്ങുന്നു. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ പെൻഷൻ പറ്റുന്ന ആളുകളുടെ വിവരങ്ങളും സർക്കാരിൻ്റെ PR വർക്കിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അങ്ങനെയെങ്കിൽ ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള വ്യക്തി വിവരങ്ങൾ എന്ന് പറയുന്നത് KSEBയിൽ നിന്നും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ലഭ്യമാണ്. കാരണം KSEBയിൽ ബില്ലടയ്ക്കുന്ന ആളുകളുടെ ഗൃഹനാഥൻ്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അവിടെ കൃത്യമായിട്ട് ലഭ്യമാണ്. രണ്ടാമതെന്ന് പറയുന്നത് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട്, അവരുടെ സാമ്പത്തിക സ്ഥിതി കൂടി തിരിച്ചറിയാം. വാട്ടർ അതോറിറ്റിയുടെ ബില്ലിൽ നിന്നാണെങ്കിലും ഇതേ രീതിയിലുള്ള ഡാറ്റകൾ ഉറപ്പായും സർക്കാരിന് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നിൽക്കുന്ന സമയത്ത് സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിവരങ്ങൾ എടുത്തുകൊണ്ട് അവർക്ക് PR-ന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷം എന്ത് പറയണമെന്ന് പ്രതിപക്ഷം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഒരു വിഷയം ആഴത്തിൽ പഠിക്കുകയോ അല്ലെങ്കിൽ അതിലെന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു റിസർച്ചോ ഒന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം 2016 മുതൽ 2021 വരെ, പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരു ഡാറ്റ വിവാദമായിരുന്നു സ്പ്രിംഗ്ലർ. ഈ സ്പ്രിംഗ്ലർ എന്ന വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത്? കോടതി പറഞ്ഞു ഈ പറയത്തക്ക രീതിയിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും അതിലില്ല എന്നല്ല പറഞ്ഞത്. പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ സർക്കാർ സ്പ്രിംഗ്ലറിന്റെ സേവനം വേണ്ട എന്ന് വെച്ചു. ആ ഒരു കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസൾട്ടൻസിയെ നിയമിക്കുന്നത് പോലും ഡാറ്റ ചോർച്ചയാണ് എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കി. ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഡാറ്റ ചോർച്ചയിലേക്ക് പോകാം. അതായത് ഈ ആഴക്കടൽ മത്സ്യബന്ധനം എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു. 500ഓളം യാനങ്ങൾ കേരളത്തിലെ കടൽ തീരങ്ങളിൽ കടലുകളിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടി പോവുകയാണ്. അതിന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയാണ് കരാറിൽ ഒപ്പിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു പ്രചരണം ഇവിടെ നടന്നു. ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത്? അങ്കമാലിയിൽ ഒരു പെട്ടിക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് ഇല്ലാത്ത പ്രൊജക്റ്റുമായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന് മനസ്സിലായില്ലേ? അത് എവിടെയെങ്കിലും എത്തിയോ? 10,000 രൂപ പോലും എടുക്കാനില്ലാത്തവൻ കോടികൾ കൈക്കൂലി കൊടുത്തു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെയുള്ള ചീള് കേസുകളാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ പോലും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ചെരുപ്പൂരി കർണത്തടിക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആരോപണത്തിൽ എന്ത് കഴമ്പാണുള്ളത്? അതായത് ഏതൊരു സർക്കാരും, ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ആയിക്കോട്ടെ, അതിന് മുമ്പിരുന്ന VS അച്യുതാനന്ദൻ്റെ സർക്കാർ ആയിക്കൊള്ളട്ടെ, അതിന് മുമ്പിരുന്ന AK ആന്റണിയുടെയും KK കരുണാകരൻ്റെയും EK നായനാരുടെയും ഒക്കെ സർക്കാർ ആയിക്കൊള്ളട്ടെ, ഈ സർക്കാരുകളുടെ ഒക്കെ കാലഘട്ടത്തിൽ അതാത് രീതിയിൽ അതിൻ്റെ PR വർക്കുകൾ നടന്നിട്ടുണ്ട്. കാലത്തിനനുസരിച്ചിട്ട് അതിൻ്റെ രീതികൾ മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞ വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. അതായത് ഗവൺമെൻറ് ജീവനക്കാരുടെ DA ഉൾപ്പെടെയുള്ള അലവൻസുകൾ, ഒരുപാട് അലവൻസുകളുടെ പെൻഡിങ് ഉണ്ടായിരുന്നു, അതെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്യും എന്നൊരു വാഗ്ദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെൻറ് ജീവനക്കാർക്ക് നൽകിയിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തു. അത് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ജീവനക്കാർക്ക് അയച്ചു എന്ന് കരുതി അത് ഡാറ്റ ചോർച്ചയാവുമോ? അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നതാവുമോ?
ഇപ്പൊ ഷാഫി ചർച്ചയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ KSEBിയുടെ കണക്ഷൻ ഇല്ലാത്ത ഏത് വീടാണ് കേരളത്തിലുള്ളത്? ഈ KSEBിയുടെ മാത്രം നമ്പർ എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് നമ്പറുകൾ സർക്കാരിന്റെ കൈവശം എത്തത്തില്ലേ? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ധാരണയില്ലാതെ, അതുകൂടാതെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്ര മാസങ്ങളോളം ക്ഷേമ പെൻഷൻ പെൻഡിങ് ആയി കിടന്നെടുത്തുനിന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഈ സർക്കാർ, ഇടത് സർക്കാർ നിങ്ങൾക്ക് 3600 രൂപ, അതായത് 1600 വർദ്ധിപ്പിച്ച് 2000 കൂടെ ചേർത്ത് 3600 രൂപ ഈ മാസം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? എന്താണ് തെറ്റുള്ളത്? ഹൈക്കോടതിയിൽ ആദ്യം പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ചില പ്രസ്താവനകളൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സർക്കാർ കൃത്യമായ ഒരു വിശദീകരണം ഹൈക്കോടതിയിൽ സമർപ്പിച്ചുകൂടി എന്താ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ പ്രശംസിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഈ പ്രതിപക്ഷത്തിന്? ഓരോ ദിവസവും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം അധംപതിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതേസമയം ഒന്ന് നോക്കൂ, BJPയിലേക്ക് നോക്കൂ. അവരൊരു പ്രതിപക്ഷ പാർട്ടിയാണല്ലോ, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയോ? ആ പ്രസ്താവന നടത്താത്തതിന് കാരണം എന്താണ് എന്നറിയോ? അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു IT നോളജ് ഉള്ള ഒരാളുള്ളത് കൊണ്ടാണ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾ ഇരിക്കുന്നത് കൊണ്ടാണ്. അയാൾ ഇതുപോലത്തെ വിഡ്ഢിത്തരങ്ങളൊന്നും പറയത്തില്ല. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നിടം വരെ മുഖ്യമന്ത്രി രാജിവെക്കണം. എന്തെങ്കിലും നടപ്പിലാക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാം അഴിമതിയാണ്. വയനാട് തുരങ്കപാത നിർമ്മിക്കാൻ വേണ്ടി പോയി, അതും അഴിമതിയാണ്. പാലങ്ങൾ ഒരുപാട് ഉയർന്നു വരുന്നു, അതും അഴിമതിയാണ്. കിഫ്ബിയിലൂടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു, അതും അഴിമതിയാണ്. ഇതെന്ത് പ്രതിപക്ഷമാണെന്നേ? കാരണം ഈ പ്രതിപക്ഷം, അതായത് UDF ഇപ്പോൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ കൈവശമുണ്ടെന്നാണ് അവർ പറയുന്നത്. ഒരെണ്ണം പറയാൻ പറ്റുമോ? ഇവരെല്ലാം പറയണ്ട, ഖജനാവ് നിറയ്ക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയണ്ട. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവരുടെ നിലപാടെന്താണ്, നയം എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി തന്നെ 5 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തി, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് സംസ്ഥാനത്തെ പല കോൺഗ്രസ് നേതാക്കന്മാരും അറിഞ്ഞിട്ടില്ല. അവർ ചോദിക്കുന്നത് ഇത് ആര് പടച്ചു വിടുന്നു, ഇതുപോലെയുള്ള ഗ്യാരണ്ടികൾ ഇത് എവിടുന്ന് വരുന്നു? സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ പോലും അറിയാതെയാണ് ഈ 5 പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്ന 5 പ്രഖ്യാപനങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അതുപോലും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധം നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനില്ല, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ അണികൾക്കില്ല എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാരാലല്ല നയിക്കപ്പെടുന്നത്, സുനിൽ കനകലു എന്ന ഒരു കൺസൾട്ടന്റിനാലാണ് നയിക്കപ്പെടുന്നത്. അവിടെയാണ് പ്രശ്നം. ഗ്രൗണ്ട് എർത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ UDFന് സാധിക്കുന്നില്ല. മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ വൈകാരികമായിട്ടുള്ള വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് തട്ടിക്കൂട്ട് പരിപാടി അല്ലെങ്കിൽ പൊളിട്രിക്സ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പൊളിട്രിക്സിലേക്ക് പോയിട്ട് മലയാളികൾ വീഴുമെന്നും തോന്നുന്നുണ്ടോ? വൈകാരികമായ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശബരിമല ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അത് ഏറ്റിട്ടില്ല. മറക്കാത്ത 10 വർഷങ്ങൾ എന്ന പേരിൽ UDF ഇപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ശബരിമല തട്ടിപ്പ്, ശബരിമല സ്വർണ്ണമോഷണം, സുതാര്യമായിട്ട് അന്വേഷണം നടക്കുന്നില്ലേ? കുറ്റക്കാരായിട്ടുള്ള എല്ലാ ആളുകളും ജയിലിൽ പോയിട്ടില്ലേ? പിന്നെ പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത്. എന്തായി സ്വർണ്ണക്കള്ളക്കടത്ത്? പിന്നെ പറയുന്നത് സ്പ്രിംഗ്ലർ, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം. ഇവർ പറയുന്ന ആ 10 വർഷത്തെ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് അത് തന്നെ പൊളിഞ്ഞു പോയില്ലേ? ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ആരോപണത്തിന് അടിസ്ഥാനമുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഓരോ ദിവസവും പ്രതിപക്ഷം പരസ്പരം മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിനിടയിൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് മറന്നുപോയിരിക്കുന്നു. ഇനിയും ഒരുപാട് കോടതി വിധികൾ വരും, ഇനിയും ഒരുപാട് കോടതികളിലേക്ക് ഹർജികൾ പോകും. ആ ഹർജികളൊക്കെ കോടതി എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് ഇടുകയും ഒന്നും മിണ്ടാനാവാതെ നിഷ്പ്രഭരായിട്ട് നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെ നാളെ നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സർക്കാരിന് അവരുടെ ജനങ്ങളോട്, അതായത് ഏതൊരു ഭരണകൂടമാണെങ്കിലും അവരുടെ ജനങ്ങളോട് സംവദിക്കാനായിട്ടുള്ള അവകാശം ആ രാജ്യത്ത് ഭരണഘടന കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബഹുസ്വരമായിട്ടുള്ള ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യമാണ്. PR വർക്കുകൾ പറഞ്ഞ പോലെ നരേന്ദ്രമോദി ഗവൺമെൻറ് ആണെങ്കിലും നടത്തിയിട്ടുണ്ട്.
നമുക്കറിയാലോ, ഒരു 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2ാം മോദി സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദിയുടെ വികസനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കോള് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ശോഭാ സുരേന്ദ്രൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ അങ്ങനെ ഒരു കോളിംഗ് സംവിധാനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ ഈ വ്യക്തിപരമായിട്ടുള്ള ഈ നമ്പറുകൾ എവിടെ നിന്നാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇവർ അന്ന് ഈ പറയുന്ന ഇപ്പോൾ ഈ സർക്കാരിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ, അതായത് സർക്കാരിന് പറയാനായിട്ടുള്ള ഒരു ഡാറ്റാ ബാങ്കെങ്കിലും ഇവിടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരിക്കുന്ന ഭരണകൂടമാണ്, മാത്രമല്ല ഈ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് BJPക്ക് ഈ ഡാറ്റ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെ കുറിച്ച് ഈ കോൺഗ്രസ് പ്രതിപക്ഷം സംസാരിക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവാണ് എന്നൊരു ഓർമ്മ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം KV തോമസ് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും പോയിട്ട് ആ സർക്കാരുകൾക്കെതിരെ പറയുന്നില്ല. മറിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് പോയിട്ടാണ് ആ സർക്കാരുകളെയാണ് വിമർശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി ഈ ഇടത് സർക്കാരിനെ വിമർശിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു മാന്യത പാലിക്കണ്ടേ? ഇവിടുന്ന് എഴുതി കൊടുക്കുന്നത് അതേപടി തന്നെ ഇവിടെ പ്രസംഗിച്ചിട്ട് പോകാൻ പാടുണ്ടോ? ദേശീയ തലത്തിൽ ഒരുമിച്ച് നിന്ന് പോകുന്ന ഒരു മുന്നണിയല്ലേ, രാഷ്ട്രീയമായ പോരാട്ടത്തിനല്ലേ നിൽക്കേണ്ടത്? മറിച്ച് വൈകാരികമായിട്ട് പ്രസംഗിച്ച് ഇവിടെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ ഈ സ്പ്രിംഗ്ലർ പോലെ അല്ലെങ്കിൽ ആഴക്കടൽ മത്സ്യബന്ധനം പോലെ വെറും ഒരു നനഞ്ഞ പടക്കമായി മാറി ഈ ഡാറ്റ ചോർച്ച എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.